പ്രൊമോ റിവ്യൂയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഈ റിവ്യൂ ഇഷ്ടപ്പെടുവാണെങ്കിൽ ഒന്ന് ലൈക്ക് ചെയ്തും സബ്സ്ക്രൈബ് ചെയ്തും സപ്പോർട്ട് ചെയ്യണേ. അപ്പോൾ അലീന വല്യപ്പച്ചനോട് പറയുന്നുണ്ട്, ഈ സ്റ്റാൻലി പപ്പയും പപ്പയുടെ ഭാര്യയും തമ്മിൽ എന്താ പ്രശ്നം? ആ ഭാര്യയും മക്കളും ഒന്നും ഇങ്ങോട്ട് വന്നില്ലല്ലോ ഇതുവരെ. അഞ്ചലിൽ നിന്ന് ഒരുപാട് ദൂരമൊന്നും ഇല്ലല്ലോ ഇങ്ങോട്ട്. എന്നിട്ടും എന്താ അവർ വരാത്തത് എന്നൊക്കെ ചോദിക്കുമ്പം വല്യപ്പച്ചൻ പറയുന്നുണ്ട്, അവർ തമ്മിൽ എന്താ പ്രശ്നമെന്ന് എനിക്ക് അറിയത്തില്ല എന്ന്. അന്നേരം വല്യപ്പച്ചൻ പറയാതിരിക്കുന്നത് എന്താ കാര്യം എന്നൊക്കെ ചോദിക്കുമ്പം വല്യപ്പച്ചൻ പറയുന്നുണ്ട്, എൽസമ്മയ്ക്ക് കൂടുതൽ ഇഷ്ടം അവളുടെ വീട്ടുകാരുടെ കൂടെ, പ്രത്യേകിച്ച് റീതാമ്മയുടെ കൂടെ നിൽക്കുന്നതാണ്. അതുകൊണ്ടാണ് അവൾ അവിടെ നിൽക്കുന്നത് എന്ന് പറയുമ്പം അലീന ചോദിക്കുന്നുണ്ട്, ഈ റീതാമ്മയ്ക്ക് ഭർത്താവും മക്കളും ഒന്നും ഇല്ലേ എന്ന്. അന്നേരം വല്യപ്പച്ചൻ പറയും, ഭർത്താവ് മരിച്ചുപോയി, പക്ഷേ മക്കളുണ്ട് എന്ന്. അന്നേരം അലീന ചോദിക്കും, എന്നോട്ടാണ് പപ്പ ഇങ്ങനെ ഒറ്റയ്ക്ക് താമസിച്ചു തുടങ്ങിയത്? എൽസമ്മ എന്ന് പറയുന്ന പപ്പയുടെ ഭാര്യ ഒരിക്കലും കൂടെ താമസിച്ചിട്ടില്ലേ എന്നൊക്കെ ചോദിക്കുമ്പം വല്യപ്പച്ചൻ പറയുന്നുണ്ട്, മിലിറ്ററിയിലായിരുന്ന സമയത്ത് കുറച്ച് നാൾ ക്വാർട്ടേഴ്സിൽ അവൻ്റെ കൂടെ താമസിച്ചു. ആ മൂത്ത കൊച്ചിന് പഠിക്കാറായ സമയത്ത്, സ്കൂളിൽ വിടാറായ സമയത്ത് തിരിച്ചു പോന്നു. ഇവിടെ പഠിപ്പിക്കുന്നതാണ് എളുപ്പം എന്ന് പറഞ്ഞ് അതിനുശേഷം അവളുടെ വീട്ടുകാരുടെ കൂടെയാണ് നിൽക്കുന്നത്. പിന്നെ കൂടുതൽ സൗകര്യം അവരുടെ കൂടെ നിൽക്കുന്നതാണ് എന്ന് പറഞ്ഞ സമയത്ത് അവിടെ വീട് വെച്ച് കൊടുത്തു. അങ്ങനെയാണ് അവിടെ താമസമാക്കിയത്. പിന്നെ സ്റ്റാൻലി മിലിറ്ററിയിൽ നിന്ന് തിരിച്ചു വന്നതിന് ശേഷം അവൻ ഇവിടെ താമസമാക്കി. അവന് അവളുടെ ഭാര്യ വീട്ടുകാരെ അത്ര പിടുത്തമില്ല, അവർക്ക് തിരിച്ചും വലിയ ഇഷ്ടവും. അതുകൊണ്ടാണ് ഇങ്ങനെയൊക്കെ സംഭവിച്ചത് എന്ന് പറയും. അന്നേരം മക്കളുടെ കാര്യം ചോദിക്കുന്നു. അന്നേരം വല്യപ്പച്ചൻ പറയുന്നുണ്ട്, മക്കൾക്കും അങ്ങനെയൊക്കെ തന്നെയാണ്. സ്റ്റാൻലി എന്തോ ദുഷ്ടനാണോ എന്നുള്ള രീതിയിലാണ് അവളുടെ വീട്ടുകാർ ആ മക്കളെ പറഞ്ഞ് പഠിപ്പിച്ചേക്കുന്നത്. അതുകൊണ്ട് മക്കൾക്കും അപ്പനോട് വലിയ ഇഷ്ടമൊന്നുമില്ല എന്നുള്ള കാര്യങ്ങളൊക്കെ പറയുമ്പം അലീന ചോദിക്കുന്നുണ്ട് കേട്ടോ, ഇതെന്ത് ജീവിതം വല്യപ്പച്ച, ഇങ്ങനെയാണോ ജീവിക്കേണ്ടത്? എല്ലാവരുടെ സ്നേഹത്തോട് ഒരുമിച്ച് ജീവിക്കുകയാണെങ്കിൽ എന്ത് നന്നായിട്ട് പോകാം, അതല്ലേ മനസ്സമാധാനം എന്നൊക്കെ ചോദിക്കുമ്പം വല്യപ്പച്ചൻ പറയുന്നുണ്ട്, ഇതിപ്പം എനിക്കൊന്നും പറയാൻ പറ്റത്തില്ല, അവൻ്റെ ഇങ്ങനെയുള്ള കാര്യങ്ങളിലൊന്നും ഇടപെടുന്നത് അവന് ഇഷ്ടമല്ല എന്ന് പറയുന്നു. അന്നേരം അലീന പറയുന്നുണ്ട്, ഞാൻ ഏതായാലും 10-24 വർഷങ്ങൾക്ക് മുമ്പ് ജനിച്ചുപോയി, ഇനി എനിക്ക് തിരിച്ച് അങ്ങോട്ട് കയറാനൊന്നും പറ്റത്തില്ലല്ലോ. അതുപോലെ വല്ല പ്രതിമയായിരുന്നുവെങ്കിൽ തല്ലിപ്പൊട്ടിച്ച് കളയാം, അതും സാധിക്കുന്ന കാര്യമല്ല. പിന്നെ എൻ്റെ പപ്പയുടെ മക്കളെ പ്രസവിച്ച ആ സ്ത്രീ മോളെ എന്നൊന്ന് വിളിച്ചിട്ടുണ്ടെങ്കിൽ ഞാൻ ആ കാൽക്കൽ പോയി വീഴും. മോളെ എന്നൊന്ന് വിളിച്ച് ഒന്ന് ചേർത്ത് പിടിച്ചാൽ മാത്രം മതി, ഒരു ഉമ്മ തന്നാൽ മതി, വേറെ ഒന്നും എനിക്ക് വേണ്ടായിരുന്നു എന്നൊക്കെ അലീന പറയുമ്പം വല്യപ്പച്ചൻ പറയുന്നുണ്ട്, അതൊന്നും എല്ലാവർക്കും സാധിക്കുന്ന കാര്യമല്ല മോളെ, ചിലപ്പോൾ എന്നെക്കൊണ്ട് സാധിച്ചെന്ന് വരികയില്ല, മനുഷ്യനെന്നും സ്വാർത്ഥരാണ് എന്നുള്ള രീതിയിലൊക്കെ സംസാരിക്കുന്നു. പിന്നെ സ്റ്റാൻലിയെ വിളിക്കുന്ന ആൽബർട്ടിനെയും റോബിനെയും കാണിക്കുന്നുണ്ട്. അവർ വിളിച്ച് അലീനയുടെ കാര്യം സംസാരിക്കുന്നു. അവളെ തിരിച്ച് അനാഥാലയത്തിൽ തന്നെ കൊണ്ടാകണം, അല്ലെങ്കിൽ വേറെ എങ്ങോട്ടേലും മാറ്റണം എന്നൊക്കെ പറയുമ്പം സ്റ്റാൻലി പറയുന്നുണ്ട്, എൻ്റെ മകൾ അങ്ങനെ അനാഥാലയത്തിൽ ജീവിക്കേണ്ടവളല്ല, അതിലും ഭേദം അവൾ എൻ്റെ കൂടെ ഇവിടെ എൻ്റെ അവിഹിത സന്തതിയായിട്ട് തന്നെ ജീവിക്കുന്നതാണ്, അതിലെനിക്ക് യാതൊരു കുറച്ചിലും ഇല്ല എന്ന് പറയുമ്പം ദേഷ്യത്തോടെ ആൽബർട്ട് പറയുന്നുണ്ട്, അത് ഇയാൾ മാത്രം തീരുമാനിച്ച പോരല്ലോ, നാണക്കേടും കുറച്ചിലും ഒക്കെ ഞങ്ങൾക്കും ഉണ്ട് എന്നൊക്കെ പറഞ്ഞ് തർക്കിക്കുന്നൊക്കെ ഉണ്ട് കേട്ടോ. പക്ഷേ അടുത്ത് വന്ന് അതൊക്കെ സംസാരിക്കാൻ അവർക്ക് പേടിയാണ്. പിന്നെ അലീന ഉപവാസത്തിലിരിക്കുവാണല്ലോ, അതിൻ്റെ ദേഷ്യവും സങ്കടമൊക്കെ സ്റ്റാൻലിക്കുണ്ട്. സ്റ്റാൻലി പിന്നെ അതൊന്നും പുറത്ത് കാണിക്കുന്നില്ലെന്നേ ഉള്ളൂ. അതുപോലെ സ്റ്റാൻലി ഒന്ന് മയപ്പെടുത്തിയെടുക്കാൻ വേണ്ടി അലീനയുടെ കൂടെ ഞാൻ ഉപവാസമാണ് എന്നൊക്കെ വല്യപ്പച്ചൻ പറയുന്നുണ്ട്. ഒറ്റ ദിവസം കൊണ്ട് വല്യപ്പച്ചൻ ആ പരിപാടി നിർത്താൻ വിശന്നിരിക്കാൻ പറ്റിയില്ലാത്തതുകൊണ്ട്. അങ്ങനെ ഇതൊക്കെ കണ്ട് ഇത്തിരി ദേഷ്യത്തിലിരിക്കുന്ന സ്റ്റാൻലിയും കാണിക്കുന്നുണ്ട്. ഇതൊക്കെയാണ് പ്രമോ ആയിട്ട് കാണിച്ചത്.